നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തെ പോലീസ് പിടികൂടിയെങ്കിലും ഇപ്പോഴും ജനങ്ങളുടെ ആശങ്ക ശമിച്ചിട്ടില്ല. കാരണം കുറുവാ സംഘത്തിലുള്ള നിരവധി ആളുകൾ കേരളത്തിലെ വിവിധയിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ഈ കേസാണ് പ്രധാനമായും സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനെ പോലീസ് വിട്ടയക്കും. മോഷണ കാലയളവിൽ ഇയാൾ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മോഷണത്തിന് സന്തോഷിനൊപ്പം മണ്ണഞ്ചേരി എത്തിയ ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം. അതേസമയം എറണാകുളം വടക്കൻ പറവൂരിലെ മോഷണ കേസുകൾ അന്വേഷിക്കാൻ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, ഈ സന്തോഷ് സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠൻ ഈ മോഷണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരായിരുന്നു സന്തോഷിനൊപ്പം ഈ മോഷണത്തിൽ ഉണ്ടായിരുന്നത്, കവർച്ചാ പരമ്പരയിൽ പങ്കെടുത്തത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അയാൾ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണോ പോലീസിന്റെ പ്രതീക്ഷ? മണികണ്ഠൻ എന്നാൽ സന്തോഷ് സെൽവത്തിനൊപ്പം കവർച്ചയ്ക്കുണ്ടായിരുന്നത് മണികണ്ഠനല്ല. കഴിഞ്ഞ ദിവസം സന്തോഷിനൊപ്പം പിടിയിലായ മണികണ്ഠനല്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മണികണ്ഠനെ വിട്ടയക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് സന്തോഷിനൊപ്പം ഉണ്ടായിരുന്നത്? അത് കണ്ടെത്തണം. കാരണം അയാൾ പുറത്തിറങ്ങി നടക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സാധാരണ ആലപ്പുഴയിലെയും എറണാകുളത്തെയും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ കുറുവാ സംഘത്തിൻ്റെ കവർച്ചാ പരമ്പരകൾ. ഇപ്പോഴും പറവൂരിലെ സംഘത്തെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. പോലീസ് ഊർജിതമായ അന്വേഷണം ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുമുണ്ട്. അതിനിടെയാണ് ഈ പോലീസിന് ചില സൂചനകൾ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന സന്തോഷിൻ്റെ കൂട്ടുപ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ശരണ്യ, ഞാൻ ചോദിച്ചത് ഈ പ്രതി സന്തോഷിൻ്റെ കൂട്ടാളി ആരാണെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാൾ ഉടൻ തന്നെ പിടിയിലാകുമോ? സന്തോഷ് സെൽവത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ആരായിരുന്നു മണ്ണഞ്ചേരിയിൽ എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ സന്തോഷിനായി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. കസ്റ്റഡിയിലേക്ക് ലഭ്യമായതിനു ശേഷമേ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയൂ. പക്ഷേ ആലപ്പുഴയിൽ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്തോഷ് സെൽവത്തിനൊപ്പം എത്തിയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചനയിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണഞ്ചേരി പോലീസ് ശരിയായ ദിശയിലായിരുന്നു ഈ കേസുമായി മുന്നോട്ട് പോയിരുന്നത്. കാരണം പാലയിൽ നിന്നും ജയിൽ മോചിതരായ ആളുകളാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഒടുവിൽ അത് ശരിവെച്ചുകൊണ്ടാണ് സന്തോഷ് സെൽവത്തിന്റെ അറസ്റ്റിലേക്ക് മണ്ണഞ്ചേരി പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ സന്തോഷ് സെൽവത്തിന്റെ കൂടെ കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ച മണികണ്ഠൻ ഈ കേസിൽ ഉൾപ്പെട്ട ആളല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തി. അങ്ങനെയെങ്കിൽ സന്തോഷിന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ എവിടെ എന്നുള്ള ചോദ്യത്തിലാണ് കൃത്യമായി അത്തരം സൂചനകളിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം മറുപടി നൽകുന്നത്. അത്തരം നമുക്കറിയാം, പലയിടങ്ങളിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു കുറുവാ സംഘം ആലപ്പുഴയിൽ മോഷണം നടത്തിയത്. കോട്ടയത്ത് അവരുടെ സാന്നിധ്യം കണ്ടെത്തി. വടക്കൻ പറവൂരും അത്തരം സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കൃത്യതയോട് കൂടി തന്നെ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ പുറത്തു പോകാതെ, അതായത് ഈ കൂടെയുള്ള ആൾ ആരാണ് എന്നുള്ളതിന്റെ വ്യക്തത, തങ്ങൾക്ക് വ്യക്തത ഉണ്ട് എന്നവർ പറയുമ്പോഴും അത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് അവർ പുറത്തേക്ക് പറയാൻ തയ്യാറാകുന്നില്ല. ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ ദിവസം മണ്ണഞ്ചേരിയിൽ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവത്തിന് കൃത്യമായ, അതായത് ഈ ടീമിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് നിൽക്കുന്ന രീതിയിൽ 30ഓളം കേസുകൾ, മോഷണ കേസുകളുള്ള പ്രതിയാണ് സന്തോഷ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ എന്തായാലും മണ്ണഞ്ചേരി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. പ്രതിയെ വിട്ടുകിട്ടിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതായുണ്ട്.
ടോമ 14ഓളം പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളത്, ആലപ്പുഴയിൽ എത്തിയതിൽ 14ഓളം പേർ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ഇന്നലെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം ആളുകളെ കണ്ടെത്തേണ്ടതായുണ്ട്. ഓരോ നിമിഷവും അത്തരം ശരണി അത് തന്നെയാണ്. കാരണം ഈ 14ഓളം പേർ ഈ സന്തോഷ് സെൽവം ഉൾപ്പെടുന്ന കുർവാ സംഘത്തിൽ ഉണ്ട് എങ്കിൽ 13 പേർ ഇപ്പോഴും പുറത്താണ്. അവർ ഈ സന്തോഷിന്റെ അറസ്റ്റിനെ തുടർന്ന് നാട് വിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം അത്ര എളുപ്പമാകുമോ? ഈ കുറുവ മോഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറെ അന്ധവിശ്വാസങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. സാധാരണ മോഷ്ടാക്കളെ പോലെ അല്ല ഇവര്. നമുക്കറിയാം, ഒരു സീസണിൽ വന്നാണ് ഇവര് മോഷണം നടത്തുന്നത്. ഒരു സീസണിൽ വരുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് നടന്ന മോഷണ കേസുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവർ കയറുന്നത്. ഒപ്പം ഒരേ സമയം എല്ലാവരും ഒരുമിച്ച് കയറുന്നു എന്നുള്ളതാണ്. കരിയിലക്കുളങ്ങരയിലും കുറുവ സംഘം, ഹരിപ്പാടിനപ്പുറം കരിയിലക്കുളങ്ങരയിലും ഈ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിച്ചു. ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിൽ അവിടെ നിന്ന് ട്രെയിൻ മാർഗം ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സന്തോഷിൽ നിന്നുമൊക്കെ ലഭ്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘാംഗങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. മോഷണത്തിന് ശേഷം ഇവർ ഒന്നിച്ചു വരും. അതിനുശേഷം ചില പൂജകളൊക്കെ ഇവർക്കുണ്ട്. മദ്യം ഇവർ കയ്യിൽ കരുതും. ഈ പൂജയ്ക്ക് ശേഷം ഉള്ള ഒരു ഭസ്മമുണ്ട്. ആ ഭസ്മം മുഖത്ത് ധരിച്ചാണ് ഇവർ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ ഇവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഈ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു പ്രത്യേക സംഘമാണ് ഈ കുറുവ സംഘം. ആലപ്പുഴയിലെ കേസുകളിൽ നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലൊന്നും അക്രമ സംഭവങ്ങൾ അധികമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആരെയും ആക്രമിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെ ഉള്ള മാരാരിക്കുളത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ അതിക്രൂരമായ ആളുകളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മോഷണത്തെ എതിർത്താൽ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ ഇത്തവണ വന്നിരിക്കുന്ന ഈ കേസുകൾ എന്നുള്ളതാണ്. തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ അപകടകാരികളാണ് ഈ കുർവാ സംഘങ്ങൾ. പ്രത്യേകിച്ചും നിലവിൽ പോലീസിന്റെ പിടിയിലായ സന്തോഷ് സെൽവം ഈ കുണ്ടന്നൂർ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള, അവിടുത്തെ ബാറിലൊക്കെ സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആശ്വാസകരമായിട്ടുള്ള കാര്യം അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. ആജ്ഞ, ഈ വടക്കൻ പറവൂരിൽ മോഷണം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഏകദേശം ഒരാഴ്ചയാകാൻ പോകുന്നു. ഇതുവരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുർവാ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അത്ര സൂചനകൾ തന്നെ പോലീസിനുണ്ട്. അത് സന്തോഷ് സെൽവമല്ല. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഈ സംഘത്തിൽപ്പെട്ട, ഈ കുർവാ സംഘത്തിൽപ്പെട്ട ഈ 14 പേരിൽ ആരെങ്കിലും ആകാം ഈ പറവൂരിൽ, വടക്കൻ പറവൂരിലും കവർച്ചയ്ക്ക് എത്തിയത് എന്ന് തന്നെയാണോ പോലീസിൻ്റെ ഒരു കണക്ക് കൂട്ടൽ? ഈ നിലവിൽ ആ കേസിൽ എങ്ങനെയാണ് അന്വേഷണം നീങ്ങുന്നത്? ഇതുവരെയും കുറുവ സംഘാംഗങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായില്ല. പ്രത്യേകിച്ച് നോർത്ത് പറവൂരിൽ നടത്തിയിട്ടുള്ള മോഷണ ശ്രമങ്ങളൊന്നും കുറുവ സംഘാംഗങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഇത് മോഷണ സ്വഭാവമുള്ള ആളുകളെയൊക്കെ, കവർച്ചാ സംഘങ്ങളെയൊക്കെ നിരീക്ഷിക്കാനും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. മാത്രമല്ല, ഡ്രോൺ നിരീക്ഷണത്തിൽ ഈ പ്രദേശത്തിൽ ഡ്രോൺ നിരീക്ഷണവും ക്യാമറ നിരീക്ഷണവും നൈറ്റ് പട്രോളിങ്ങും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് സംശയം തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ മുൻപ് പരിചയമില്ലാത്ത ആളുകളെയൊക്കെ പ്രദേശത്ത് കാണുകയാണെങ്കിൽ അവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കാനും, സ്ഥിരമായി പരിചയമില്ലാത്ത ആളുകളെ പ്രദേശത്ത് കാണുകയാണെങ്കിലൊക്കെ നിരന്തരം ഈ ആളുകൾ ആ പ്രദേശവുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇത് കുറുവ സംഘത്തിന് മുൻകാല ഇടപെടലുകൾ കൂടി ഒരു പഠന വിധേയമാക്കിക്കൊണ്ട് തന്നെയാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ മുൻപ് കുറുവ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും മോഷണം അല്ലെങ്കിൽ വലിയ മുതലുകൾ മോഷണം പോകുന്നതിനേക്കാൾ ആളുകൾ ഭയപ്പെട്ടിരുന്നത് ഇവർ ആക്രമണ സ്വഭാവമുള്ളവരാണ്, അതിതീവ്രമായ ആക്രമണ സ്വഭാവമുള്ളവരാണ് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നോർത്ത് പറവൂരിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ
നായകളെ വളർത്തിക്കൂടെ എന്നൊരു സജഷൻ ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇതാണ്: അതുങ്ങളെയും കൊന്ന് അല്ലെങ്കിൽ അതിനെയും കൊന്നിട്ട് അവർ കയറി വരുന്നത് പോലെ ഒരു പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. അത്തരത്തിൽ അത്രയേറെ ആക്രമണ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ വളർത്തു നായകളെ എങ്ങനെ കയ്യിലെടുക്കാം, കൈകാര്യം ചെയ്യാം, അവരെ എങ്ങനെ ഇണക്കാം, ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഉള്ള ആളുകളാണ് ഈ കുറുവാ സംഘാംഗത്തിൽപ്പെട്ടവർ എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആളുകൾക്ക് ഭീതിയുണ്ട്. കാരണം ഈ മുൻപ് ഉള്ള കുറുവാ സംഘങ്ങളുടെ കവർച്ച രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം ആക്രമണ സ്വഭാവം വിരാഴ്ചവിട്ടിട്ടുണ്ട്. അതിൻ്റെ ആക്രമണത്തിൻ്റെ ഇരയായ ആളുകൾ നിരവധി പേരുണ്ട്. അത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്, ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കുറുവാ സംഘാംഗങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും നിരീക്ഷണത്തിലുള്ള ആളാണെങ്കിലും ഇവരൊക്കെ കുറുവാ സംഘാംഗങ്ങളാണോ എന്നുള്ള സംശയം, മോഷണ ശ്രമം നടത്തിയത് കുറുവാ സംഘാംഗങ്ങളാണോ എന്നുള്ള കാര്യത്തിലുമൊക്കെ സംശയം ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറുവാ സംഘങ്ങളാണ് നോർത്ത് പറവൂരിൽ മോഷണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് തുടരുക. എന്തായാലും ആ രീതിയിൽ ഒരു കൃത്യമായ സൂചന, അല്ലെങ്കിൽ പോലീസ് ഇത് കുറുവാ സംഘമാണ് വടക്കൻ പറവൂരിൽ എത്തിയതെന്ന് കൃത്യമായും സ്ഥിരീകരിച്ചിട്ടില്ല. ശരണ്യ സ്നേഹജനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശരണ്യ, ഈ വടക്കൻ പറവൂരിൽ നമ്മൾ കുറുവാ സംഘമാണ് എന്ന് സംശയിക്കാനുള്ള കാരണം അവരുടെ ആ നടത്ത രീതി, അവരുടെ ഒരു ഈ മോഷ്ടിക്കാൻ അവരെത്തുന്ന ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കിത് കുറുവാ സംഘമാണോ? കാരണം ആലപ്പുഴയിലെത്തിയ അതേ സംഘത്തിൻ്റെ ശൈലി തന്നെയായിരുന്നു വടക്കൻ പറവൂരിലെത്തിയ മോഷണ സംഘത്തിൻ്റെയും രീതി. അതേ രീതിയിൽ തന്നെയാണ് അവർ മോഷ്ടിക്കാൻ എത്തിയത്. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഈ ആലപ്പുഴ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇവർ ഏതൊക്കെ മേഖലകൾ തിരിഞ്ഞാണ് മോഷ്ടിക്കാനായി പോയിരിക്കുന്നത്? വടക്കൻ പറവൂരിലെത്തിയ സംഘത്തിന് ഈ സന്തോഷ് സെൽവവുമായി ബന്ധമുണ്ടോ? അതുമായി അത്തരം എന്തെങ്കിലും വിവരങ്ങൾ നിലവിൽ ആലപ്പുഴ പോലീസിന്റെ ചോദ്യം ചെയ്യൽ, മണ്ണഞ്ചേരി പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ടോമ, ഇതിനകത്ത് പോലീസിന് വളരെ കുറച്ച് സമയം മാത്രമാണ് അത്തരത്തിൽ ഈ ചോദ്യം ചെയ്യാനായി കിട്ടിയത് എന്നുള്ളതാണ്. കാരണം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇന്ന് കുണ്ടന്നൂരിലെ പ്രതികളെ പോലീസ് പിടിക്കുന്നു. അതിനുശേഷം ഈ പ്രതികളെ എത്തിച്ചത് പുലർച്ചെയോടെയാണ് ആലപ്പുഴ പോലീസ് ക്ലബ്ബിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും പ്രധാനമായും ആളുകൾക്ക് വെരിഫൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരെ കൊണ്ടുപോയി, പ്രത്യേകിച്ച് സന്തോഷ് സെൽവത്തിനെ കൊണ്ടുപോയി ഈ മോഷണം നടന്ന അതേ നമുക്ക് ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങളുടെ അടുത്തേക്ക് ഈ കൊണ്ടുപോയി ആ CCTVയിലേക്ക് കീഴിലേക്ക് കൊണ്ടുപോവുകയും അതേ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് സന്തോഷിനെ അവിടെ നടത്തുകയും ചെയ്തു. ആ ദൃശ്യത്തിൽ വളരെ കൃത്യമായി ഈ സന്തോഷാണ് എന്ന്, അതായത് അന്ന് എത്തിയ ആൾ തന്നെയാണ് ഇത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് നെഞ്ചിന് ഇടത് ഭാഗത്ത് ഒരു പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ ഭാര്യയുടെ പേര് ജ്യോതി എന്നാണ് ഇവിടെ ഇങ്ങനെ പച്ച കുത്തിയിരുന്നത്. ആ പേരുൾപ്പെടെ ആ കറക്റ്റ് രണ്ട് ദൃശ്യങ്ങളും കമ്പയർ ചെയ്ത് കൃത്യമായ എവിഡൻസോടെയാണ് മണ്ണഞ്ചേരി പോലീസ് സന്തോഷിനെ ഈ വരുതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കേസിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് വളരെയധികം ചോദ്യം ചെയ്യാനുള്ള സമയമൊന്നും അവരെ കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ റിമാൻഡിൽ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായി ഉണ്ടായിരുന്നു. പ്രതി കസ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്തു, റിമാൻഡിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെരിഫൈ ചെയ്യണമെങ്കിൽ സന്തോഷം പുറത്തേക്കുണ്ട്. സാധാരണ ഇപ്പോൾ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സാധാരണ പ്രതികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതായത് പല ചോദ്യങ്ങൾക്കും സന്തോഷ് ഒരു ചിരി മാത്രമാണ് മറുപടി നൽകുന്നത്. അയാൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെന്നാണ്. 26 വയസ്സ് മാത്രമേ ഉള്ളൂ. 30ഓളം മോഷണ കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ് സന്തോഷ് തന്നെ പോലീസിനോട് സ്ഥിരീകരിച്ചത്. മാത്രമല്ല കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കേസുകളുണ്ട്. ഈ പറഞ്ഞ ഇവരെ സന്തോഷിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഇവര് കുറെ കാലം 2 വർഷക്കാലം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇവിടേക്ക്, അതായത് കുട്ടവഞ്ചി തുഴയുന്ന കുണ്ടന്നൂരിലെ പാലത്തിനടിയിൽ താമസിച്ച ആളുകൾക്കിടയിലേക്ക് കൂടെ കൊണ്ടുവന്ന മണികണ്ഠൻ ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസിന്റെ കയ്യിലുള്ള മണികണ്ഠനൊപ്പം സന്തോഷ് ചേരുന്നത് പോലും 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതുവരെ പാലായിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസമായിരുന്നു. അവിടെ നിന്ന് മോചിതനായ ശേഷമാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇന്നലെ നമുക്ക് തമിഴ് നാടോടി സ്ത്രീകൾ ഇവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മണ്ണഞ്ചേരി സ്റ്റേഷനിൽ എത്തിയിരുന്നു. അപ്പോഴും
ഈ മണികണ്ഠന്റെ കുടുംബം പറയുന്നത് ഇവരെത്തിയിട്ട് ഈ സന്തോഷ് എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു വെരിഫിക്കേഷനിലേക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാമെന്ന രീതിയിൽ തന്നെയാണ് മണ്ണഞ്ചേരി പോലീസ് പോകുന്നത്. കാരണം ഒക്ടോബർ 23 മുതൽ നവംബർ 14 വരെയുള്ള കാലയളവിൽ മണികണ്ഠൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാൾ തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളത് ടവർ ലൊക്കേഷൻ അടക്കം വെച്ചുകൊണ്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മണികണ്ഠനെ വിട്ടയക്കാൻ പോകുന്നത്. കാരണം മണികണ്ഠനിലേക്ക് എത്തുന്നതിനുള്ള ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സന്തോഷ് സെൽവത്തിനെ ആലപ്പുഴയിൽ ഈ കവർച്ചാ കേസുകൾ അല്ല, മറ്റു കേസുകളിൽ ഈ മണികണ്ഠന് ബന്ധമുണ്ടോ? ഈ മണികണ്ഠന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ മണികണ്ഠൻ? കാരണം ഈ സന്തോഷുമായി ഈ മാസങ്ങൾ നീണ്ടൊരു അടുപ്പമുണ്ട്, ഒന്നിച്ച് താമസിക്കുന്നവരാണ്. സന്തോഷ് ഇങ്ങനെ കവർച്ചയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ കുർവാ സംഘത്തിൽപ്പെട്ട ആളാണ് എന്നത് സംബന്ധിച്ച് മണികണ്ഠന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലേ? തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ആ വിഭാഗത്തിൽ തന്നെ തിരുട്ട് ഗ്രാമങ്ങളിൽ തന്നെ ഉള്ള ആളുകൾ പലരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഇപ്പോഴും മോഷണം കുലത്തൊഴിലാക്കി കൊണ്ടുനടക്കുന്ന ആളുകൾ അവർക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ സന്തോഷിന്റെയും മണികണ്ഠന്റെയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറയുകയാണെങ്കിൽ പോലീസ് പറയുന്നത് സന്തോഷിന്റെ സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്ന ആളാണ് മണികണ്ഠൻ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ മണികണ്ഠൻ ഈ തിരുട്ട് ഗ്രാമത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ്. പുറത്തു നിന്ന് വന്ന് സന്തോഷിന്റെ സഹോദരിയെ വിവാഹം ചെയ്തതാണ്. അവർ കുറെ കാലമായി ഇവിടെ കുണ്ടന്നൂർ പാലത്തിനടിയിൽ കൊട്ടവഞ്ചി തുടങ്ങിയ മത്സ്യബന്ധനം നടത്തി പോകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. പക്ഷേ ക്ഷമിക്കണം ടോം, അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അവർക്കിടയിലേക്കാണ് ഈ പാലായിൽ നിന്ന് ജയിൽ മോചിതനായ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം അവർക്കിടയിലേക്ക് ജോയിൻ ചെയ്ത ഈ ആൾ, അതായത് സന്തോഷ് സെൽവം എത്തുന്നത്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിന്റെ കുടുംബാംഗങ്ങൾക്ക് വരെ കേസുണ്ട് എന്നുള്ളതാണ്. സന്തോഷിന്റെ ഭാര്യയ്ക്ക് 4 കേസ് ഉണ്ട് എന്ന് അവർ തന്നെ നമ്മളോട് ഇന്നലെ പറഞ്ഞു. അമ്മയ്ക്ക് കേസുണ്ട്, ഒപ്പം തന്നെ സന്തോഷിനും കേസുണ്ട് എന്നുള്ളതാണ്. സന്തോഷ് ചോദ്യം ചെയ്യലിൽ 30ഓളം കേസുകൾ പ്രതിയാണെന്ന് അയാൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആ ഒരു മോഷണ പശ്ചാത്തലം ഉള്ള ആളുകളാണ്. ഇവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇന്നലെ അവരോട് സംസാരിച്ചത് വെച്ച് മനസ്സിലാക്കുന്ന ആക്രി പെറുക്കുന്നതാണ് പകൽ ഇവരുടെ ജോലി എന്നുള്ളതാണ്. എന്നാൽ വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇവർ മോഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മണികണ്ഠനെ പുന്നപ്ര പോലീസും ചോദ്യം ചെയ്തിരുന്നു. കാരണം പുന്നപ്രയിൽ വേറൊരു സംഘമാണ് എത്തിയതെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിരുന്നു. ആ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്തതിലും അവർക്കും മണികണ്ഠനിലേക്ക് എത്താനുള്ള യാതൊരു തുമ്പും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വെക്കാൻ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലടക്കം ഈ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞതിന്റെ സമയം, അതുകൊണ്ട് തന്നെ പോലീസിന് ആ ഒരു സമയപരിധിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ നിന്ന് വിടാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ളതാണ്. എന്തായാലും മണികണ്ഠനെ കേന്ദ്രീകരിച്ച് യാതൊരു സൂചനയും പോലീസ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ആരാണ് പുന്നപ്രയിലെത്തിയത്, എറണാകുളം വടക്കൻ പറവൂരിലെത്തിയത്, മോഷ്ടിക്കാൻ എത്തിയത് ആരാണ് സംബന്ധിച്ചുള്ള ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്, വ്യക്തത വന്നിട്ടില്ല. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വടക്കൻ പറവൂരിലെ ജനങ്ങളുടെ ആശങ്ക അവസാനിച്ചിട്ടില്ല. ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് അത് പോലീസിന്റെ വീഴ്ചയാണ്, അന്വേഷണത്തിലെ വീഴ്ചയാണെന്നത് എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആക്ഷേപങ്ങൾ വടക്കൻ പറവൂരിലെ നാട്ടുകാർക്കുണ്ടോ? അത്തരത്തിലൊരു കാര്യം, അതായത് അത്തരത്തിലൊരു ആരോപണം ഒക്കെ ശക്തമാണ്. കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കുറുവാ സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാമ്യത മാത്രമാണ് പോലീസിന് ഇതുവരെ അതുമായി കണ്ടെത്താനായിട്ടുള്ളത്. കുറുവാ സംഘങ്ങളാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു എവിഡൻസും പോലീസിന് കിട്ടിയിട്ടുമില്ല, അത് സ്ഥിരീകരിക്കാനുമായിട്ടുമില്ല എന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കടന്നത്. നൈറ്റ് പട്രോളിംഗും ഉൾപ്പെടെ, അതായത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് മുതലായ സ്ഥലങ്ങളിലൊക്കെ, കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് പട്രോളിംഗിന്റെ സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഈ മോഷണം എന്ന് പറയുമ്പോൾ 10ഓളം വീടുകളിലൊക്കെ ഈ കുറുവാ സംഘങ്ങളുടെ അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ മോഷണ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സാധനവും പോയിട്ടില്ല എന്നുള്ളതും ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും
കുറുവ സംഘാംഗങ്ങളല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്താനാണ് നാട്ടുകാരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല. അവർ കുറുവ സംഘാംഗങ്ങൾ എന്നുള്ള തരത്തിലുള്ള പോലീസ് അന്വേഷണം തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതും. കാരണം കുറുവ സംഘാംഗങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ തമ്പടിച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ഒരു രീതിയില്ല. അതായത് ഒരിടത്ത് മോഷണം നടത്തിയാൽ അടുത്ത ഇടങ്ങളിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒരു രീതിയാണ് കുറുവ സംഘാംഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ജില്ലകളിലേക്കും ഇത് വ്യാപിക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ മോഷണ ശ്രമം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടോ, അത്തരത്തിലുള്ളൊരു മുൻ ധാരണയോട് കൂടിയാണ് പോലീസിന്റെ നീക്കം. മറ്റ് ജില്ലകളിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ട് നൽകിയിട്ടുണ്ടോ. ഇപ്പോൾ നോർത്ത് പറവൂരിലെ ഒരു വീടുകളിലും നിന്നും മോഷണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ കുറുവ സംഘങ്ങളുടെ സ്ഥിരം ശൈലിയായിട്ടുള്ള ആക്രമണ സ്വഭാവം എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് നാട്ടുകാരെ കൺഫ്യൂഷനിലാക്കുന്നതും. അത് ആ കൺഫ്യൂഷൻ തന്നെ പോലീസിനും ഉണ്ടെങ്കിൽ പോലും കുറുവ സംഘാംഗങ്ങൾ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മോഷണം നടത്തിയത് സന്തോഷ് സെൽവമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും സന്തോഷിനൊപ്പം പിടിയിലായ മണികണ്ഠൻ ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മണികണ്ഠനെ വിട്ടയക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന ഈ കവർച്ചാ സംഘത്തിലെ മറ്റ് 13 പേർ എവിടെയാണ്? പുന്നപ്രയിലും വടക്കൻ പറവൂരിലും മോഷണം നടത്തിയ കവർച്ചാ സംഘം ആരൊക്കെയാണ്? അവരെന്തുകൊണ്ട് പിടികൂടാൻ വൈകുന്നു? ഇതിൽ പോലീസ് തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അമ്മു സജീവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അമ്മുവിന്റെ അച്ഛൻ രേഖാമൂലം പരാതി നൽകിയിരുന്നെന്നും 3 കുട്ടികൾക്ക് മെമ്മോ നൽകിയെന്നും കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുൽ സലാം പറഞ്ഞു. ആത്മഹത്യ ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ക്ലാസ് ടീച്ചർ സ്മിത ഖാനും പ്രതികരിച്ചു. കോഴ്സ് തീരുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ടൂറിന് പോകണമെന്നൊരു, ഞാനതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നിയമപ്രകാരം മാക്സിമം സ്ട്രെസ് റിഡക്ഷൻ എന്നുള്ളൊരു സംഭവമാണ് ടൂറിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി അതിനെ നമ്മൾ അവസാനത്തിൽ അംഗീകരിച്ചു. ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് 2 കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഒരു 25-ാം തീയതി ഞാൻ നോക്കിയത്, അതിൽ 25 27 സൺഡേ ആണ് അച്ഛനൊരു ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇതിട്ടു, മെയിലിലേക്ക് ഇട്ടു. അടുത്ത ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു മീറ്റിംഗ് കൂടി, ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടീച്ചറിനെ ചെയർമാനാക്കി. ഇങ്ങനെ അന്നേനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു. പിന്നെ അവരെ വാദങ്ങൾ കേട്ടു. ഇതിൽ ഇനി ആ പ്രശ്നമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, കാരണം 1 മാസമേ കോഴ്സ് തീരാനുള്ളൂ, അവർ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പ്രശ്നം തീർന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം നിന്നത്. നമുക്കൊന്നിനും ഒരു തെളിവില്ലാതെ നിങ്ങൾ ആരെയും ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ 40 കുട്ടികൾ, ആ കുട്ടിയെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ആ കുട്ടിയെ തള്ളില്ല, 50 കുട്ടികൾ ഒരുപോലെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും പർട്ടിക്കുലർ ആണെന്ന് പറയാനൊന്നുമില്ല. ഈ കുട്ടിയും ചാടാൻ വേണ്ടിയുള്ള വിശ്വാസം, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവാൻ മറ്റുള്ള കുട്ടികൾ, ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരിക്കാണ്ട് അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അമ്മുവിൻ്റെ ഈ നഴ്സിംഗ് പഠനം പൂർത്തിയാകാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതിനിടെയാണ് ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായത്. ഈ മരണം നടക്കുന്ന ദിവസം അന്ന് വൈകിട്ട് അമ്മു മാതാപിതാക്കളുമായും സഹോദരനുമായും സംസാരിച്ചു വരുന്നെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മു ആത്മഹത്യ ചെയ്യില്ല, ആ രീതിയിൽ യാതൊരു അമ്മുവിൻ്റെ സംഭാഷണത്തിൽ സംസാര രീതിയിലൊന്നും അത്തരമൊരു സംശയം ജനിപ്പിക്കുന്ന, അമ്മുവിനെ സംബന്ധിച്ച് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളോ അമ്മു പങ്കുവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിന് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. നിലവിൽ പോലീസ് ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്ന 3 കുട്ടികളെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യുമോ?
ടോം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ അമ്മു സജീവൻ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ നിന്നും വീണ് മരിക്കുന്നതായി അറിയുന്നത്. തുടർന്ന് വീട്ടുകാരെ, വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജ് അധികൃതരും അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം കോളേജിലെ ഈ അമ്മു സജീവനും അതുപോലെ തന്നെ സഹപാഠികളായ ആളുകളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് പലപ്പോഴും അത് മാനസികമായി അമ്മുവിനെ തകർക്കുകയും മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അമ്മു ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ഹോസ്റ്റലിൽ നിന്ന് വീണ് മരിക്കുന്ന ആ ദിവസം തന്നെ ഈ സഹപാഠികളായ വിദ്യാർത്ഥികൾ അമ്മുവിന്റെ റൂമിൽ അതിക്രമിച്ച് കയറിയതായും വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും പ്രധാനമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോളേജിൽ ഈ 4ാം വർഷ വിദ്യാർത്ഥിയാണ് അമ്മു. ഒരു മാസം കൂടിയേ ഉള്ളൂ ഈ പഠനം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ദിവസം ഇനി ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മു ഈ കുട്ടികളുമായി ചില സഹപാഠികളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അമ്മുവും ഈ സഹപാഠികളായ ആളുകളുമായി ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നെന്ന് പ്രിൻസിപ്പൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ചതായും കുട്ടികളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇവര് ടൂർ പോകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്ററായി അമ്മുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അമ്മു സജീവനാണ് അതിന്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഈ വിദ്യാർത്ഥികളിൽ ചിലർ, ഭൂരിഭാഗം പേർക്കും അഭിപ്രായം അമ്മുവിനെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ ചില വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അത് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ അമ്മു പരാതി എന്ന നിലയ്ക്ക് അച്ഛനോട് വിളിച്ച് എനിക്ക് ഇത്തരത്തിൽ മാനസിക പ്രശ്നമുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിലും എനിക്ക് സഹപാഠിയിൽ നിന്ന് ചില മാനസിക പ്രശ്നമുണ്ടെന്ന് വിളിച്ചറിയിക്കുകയും അത് രേഖാമൂലം അമ്മുവിന്റെ അച്ഛൻ സജീവൻ പ്രിൻസിപ്പലിന്റെ രേഖാമൂലം മെയിലായി അയക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ പിതാവിനെയും വിളിച്ചിട്ട് കോളേജിലെ വിദ്യാർത്ഥികളെ മുഴുവൻ പേരെയും വിളിച്ചത് സംസാരിക്കാൻ പ്രിൻസിപ്പൽ തീരുമാനിക്കുകയും മറ്റൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അമ്മുവിന്റെ പിതാവിന് സജീവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും വിദ്യാർത്ഥികൾ വിളിച്ചത് എല്ലാം പരിഹരിച്ചതാണ് കോളേജിലെ പ്രിൻസിപ്പലും ഒപ്പം ക്ലാസ് ടീച്ചറും വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെല്ലാം കുട്ടികൾക്കിടയിൽ സാധാരണ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് പരസ്പരം പറഞ്ഞ് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കുകയും 3 വിദ്യാർത്ഥികൾക്ക് അമ്മുവിനോട് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്ന 3 വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുക. അതിനിടയിലാണ് അമ്മുവിന്റെ മരണം നടക്കുന്നത്. എന്തായാലും അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അമ്മുവിനുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസങ്ങളിലൊക്കെ അമ്മ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അത്തരം ഫോൺ സംഭാഷണങ്ങളൊന്നും തന്നെ ഇത്തരത്തിലൊരു മാനസിക പ്രശ്നമുള്ളതായ രീതിയിൽ അറിയില്ല. അപ്പം സ്വാഭാവികമായും ഈ അമ്മുവിന്റെ മരണം ഈ കുട്ടികളുടെ മാനസികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കോർഡിനേറ്ററുടെ ഭാഗത്ത് ഈ മാതാപിതാക്കൾ കുടുംബം പറയുന്നതനുസരിച്ച് അന്ന് വൈകിട്ട് അമ്മ മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകിട്ട് 4 മണിക്ക് മാതാപിതാക്കളുമായും സഹോദരനുമായും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പറയുന്നു. രാത്രിയോടെ മരണം സംഭവിക്കുന്നു. ഈ സമയത്തിനിടെ, അതായത് ഈ അച്ഛനും അമ്മയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം സഹപാഠികളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഈ ഹോസ്റ്റൽ മുറിയിലുള്ളവർ അത്തരം എന്തെങ്കിലും വിവരങ്ങൾ അധ്യാപകരുമായോ പോലീസുമായോ പങ്കുവെക്കുന്നുണ്ടോ? പോലീസ് അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായി നടത്തുന്നത്. അമ്മുവിനെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നുള്ള കണ്ടെത്തുകയാണ് പോലീസ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. ഇന്ന് കോളേജിലെത്തി പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കുകയും ഒപ്പം സ്കൂൾ ടീച്ചർ, കോളേജ് അമ്മുവിന്റെ ടീച്ചറിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. എന്തായാലും അമ്മുവിന്റെ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് എപ്പോഴും പറയുന്നത് ഒരു ആത്മഹത്യയാകാം എന്ന നിഗമനമാണ് പോലീസിനുള്ളത്. കാരണം അത്തരം സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമ്മു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഫോൺ സന്ദേശം ഉൾപ്പെടെ അമ്മുവിന്റെ ഫോൺ വിളികൾ, തിരിച്ചു വന്നിട്ടുള്ള കോളുകൾ, വിദ്യാർത്ഥികളുടെ മൊഴികൾ, ഇതെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും ഒരു നിഗമനത്തിൽ എത്തുക. എന്തായാലും പ്രാഥമികമായുള്ള പോലീസിന്റെ നിഗമനം ആത്മഹത്യം തന്നെയാണ്. പക്ഷേ ഈ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിൽ അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതിന് അധ്യാപകരുടെ മൊഴിയെടുക്കുക, ഒപ്പം പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കുക, സഹപാഠികളായ ഈ അമ്മുവിന് പ്രശ്നമുണ്ടായി എന്ന് തർക്കമുണ്ടായ അമ്മുവായി പ്രശ്നമുണ്ടായിട്ടുള്ള 3 വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പോലീസ് കോളേജിലെത്തി പ്രിൻസിപ്പലിന്റെയും അതുപോലെ തന്നെ അമ്മുവിന്റെ അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുട്ടികളുടെ മൊഴികൾ കൂടി എടുക്കും. എന്തായാലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രിൻസിപ്പൽ തന്നെ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെയും ഈ പ്രശ്നങ്ങളായ
പ്രശ്നമുണ്ടാക്കിയ 3 വിദ്യാർത്ഥികളെയും വിളിച്ച് പ്രശ്നപരിഹാര നിലയ്ക്ക് മെമ്മോ നൽകുകയും ചെയ്തു. അന്വേഷണം നടത്തിയതിനു ശേഷം കോളേജ് തലത്തിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഈ മെമ്മോ നൽകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് ഈ അമ്മു മരിക്കുന്ന ദിവസം അമ്മു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീണ് ചാടി മരിച്ചെന്നുള്ള ആരോപണമാണ് കുടുംബം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മു ഹോസ്റ്റലിൽ നിന്ന് ചാടി മരിച്ചത്. ആ മരിക്കുന്ന സമയത്ത് ഈ സഹപാഠികളായ വിദ്യാർത്ഥികൾ അമ്മുവിന്റെ മുറിയിലെത്തിയെന്നും പറയപ്പെടുന്നു. ഒപ്പം ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ വൈകിട്ടുണ്ട്, ഇത്തരം ആരോപണങ്ങൾ വെക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ കുടുംബം മുന്നോട്ട് വെക്കുന്നു. കാരണം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അമ്മുവിനില്ല, മറ്റു വിഷയങ്ങളൊന്നുമില്ല. പഠനം അവസാനിക്കുന്ന സമയമാണ്, സീനിയർ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലത്തിലൊന്നും തന്നെ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മു സജീവനില്ല. അതുകൊണ്ട് സഹപാഠികളുടെ മാനസിക പീഡനമാണ് അമ്മു ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന ഒരു ഉറച്ച നിലപാടിലാണ് കുടുംബം നിൽക്കുന്നത്. പക്ഷെ പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി ആണ് അത് ശരിയാണോ അതോ അത്തരം കാര്യങ്ങളാണോ അമ്മുവിന്റെ ആത്മഹത്യ കാരണം, അതോ ഇനി മറ്റു വല്ല കാരണങ്ങളാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആ ഫോൺ വിളി രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയതിനു ശേഷമേ അന്തിമ റിപ്പോർട്ടിലേക്ക് മരണം എന്ത് കാരണത്തിലാണ് അമ്മു ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ഇപ്പോഴും കോളേജിലെ വിദ്യാർത്ഥികളെ ഈ പ്രശ്നമുണ്ടായ വിദ്യാർത്ഥികളുമായുള്ള കാര്യങ്ങളെല്ലാം പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. 3 വിദ്യാർത്ഥികളുമായി അമ്മു ആത്മസുഹൃത്തുക്കളാണെന്നാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ 3 പേരും ഈ 4 പേരും ഒറ്റക്കെട്ടായി ഒറ്റ സുഹൃത്തുക്കളായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടാകുന്ന സർവ്വസാധാരണമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഈ കോളേജിലെ അമ്മുവിന്റെ അധ്യാപിക കൂടി വ്യക്തമാക്കുന്നത്. പ്രിൻസിപ്പലും അത്തരത്തിലാണ് പറയുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ പരാതിയുണ്ട്. ഇതിൽ അമ്മുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവർ ആരോപിക്കുന്നു. അതിൽ പ്രധാനമായും 3 സഹപാഠികൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സഹപാഠികളുമായി അമ്മുവിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതായിരിക്കാം മരണത്തിന് കാരണമായതെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. മംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളുടെ മുങ്ങിയ മരണത്തിൽ റിസോർട്ട് ഉടമ അറസ്റ്റിൽ. ഉള്ളാൾ സോമേശ്വര വാസ്കോ ബീച്ച് ഉടമ മനോഹറാണ് ഉള്ളാൾ പോലീസിന്റെ പിടിയിലായത്. റിസോർട്ടിന്റെ ടൂറിസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്തു. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, ഏറെ ദാരുണമായ സംഭവമാണ് 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളുടെ മരണം. ഇത് റിസോർട്ടിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നു സംഭവിച്ചത്? നിലവിൽ ഈ റിസോർട്ട് ഉടമയെ മാത്രമാണ് ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടോമെ, റിസോർട്ട് ഉടമയും ഒപ്പം മാനേജരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അതായത് മനോഹർ ഈ ഉടമ, അതോടൊപ്പം ഭരത് മാനേജർ, ഈ 2 പേരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാതെയാണ് ഈ നീന്തൽക്കുളം ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു സുരക്ഷാ ജീവനക്കാർ പോലും ഈ പരിസരത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇതിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് 6 അടിയിലധികം താഴ്ചയുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഒരു കുട്ടി അപകടത്തിൽപ്പെടുകയും പിന്നീട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് 2 വിദ്യാർത്ഥിനികൾ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ 3 മരണം സംഭവിച്ചത്. ഇതിൽ പ്രധാനമായും ഈ സംഭവം നടക്കുമ്പോഴൊന്നും ഈ പരിസരത്ത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ ജീവനക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ, CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വ്യക്തമായത്. മാത്രമല്ല ഈ നീന്തൽക്കുളം, സാധാരണ ഇത്തരം നീന്തൽക്കുളങ്ങളിൽ ഇതിന്റെ ആഴവും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ബോർഡുകൾ ഒന്നും തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ മംഗളൂരിൽ നടന്നത്. ഇത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സോമേശ്വരത്തിനടുത്ത് ഉച്ചില എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. വാസ്കോ ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇവർ ഈ 3 പേരും വാരാന്ത്യ ആഘോഷത്തിനായാണ് ഇവിടെ എത്തിയത്. ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇവർ ഈ റിസോർട്ടിലെത്തിയത്. അതിനുശേഷം ഞായറാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ നീന്തൽക്കുളത്തിൽ 3 പേരും എത്തിയത്. അതിനുശേഷം ഇവർ ഈ മൊബൈൽ ഫോൺ ഒക്കെ എടുത്ത് ഈ മൊബൈൽ ഫോൺ ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ഈ നീന്തൽക്കുളത്തിലേക്ക് ഇവർ ഇറങ്ങിയത്.
ആ സമയത്താണ് ഈ അപകടത്തിൽപ്പെടുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആദ്യം അപകടത്തിൽപ്പെടുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് 2 പേർ കൂടി ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം. ഏതായാലും 3 പേർക്കും നീന്തൽ അറിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ റിസോർട്ടുകളിൽ തീർച്ചയായും ഇത്തരത്തിൽ സന്ദർഭങ്ങളിൽ സുരക്ഷാ ജീവനക്കാർ ഒപ്പം ഇവർക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ നീന്തൽക്കുളത്തിലൊക്കെ നൽകേണ്ടതുണ്ട്. അതൊന്നും പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിന്റെ ലൈസൻസ് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല എന്ന് പരാതിയുണ്ട്, ആക്ഷേപമുണ്ട്. ഇതിനു മുൻപ് ഈ റിസോർട്ടിൽ ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ടോമെ, ഈ സോമേശ്വര ബീച്ചിൽ നേരത്തെ നിരവധി പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ ഇതേ സോമേശ്വര ബീച്ചിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ ബീച്ചിന് സമീപത്തായാണ് ഈ റിസോർട്ടും ഉള്ളത്. ആ ബീച്ചിന് സമീപത്ത് തന്നെയാണ് ഈ നീന്തൽക്കുളവും ഉള്ളത്. നേരത്തെ ഈ പറയുന്ന വാസ്കോ എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അപകട മരണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. പക്ഷേ ഈ സോമേശ്വര ബീച്ച് നേരത്തെ നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ ഇവിടെ വിനോദയാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. ആ മരണപ്പെടുന്ന സാഹചര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നേരത്തെ ഒക്കെ അപകടമുണ്ടായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിനോട് ചേർന്നാണ് ഈ റിസോർട്ടും ഈ നീന്തൽക്കുളവും ഉള്ളത്. ആ ഒരു പരിശോധന പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്നും റിസോർട്ടിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മൈസൂരിലുള്ള 3 വിദ്യാർത്ഥികളാണ്. ഇവർ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഇവർ 3 പേരും ഇത്തരത്തിൽ വാരാന്ത്യ ആഘോഷത്തിനായാണ് മംഗളൂരുവിലെ ഈ റിസോർട്ടിൽ എത്തുന്നതും പിന്നീട് ഞായറാഴ്ച രാവിലെയോടുകൂടി ഈ നീന്തൽ കുളത്തിൽ ഒരുപക്ഷെ വീഡിയോ ചിത്രീകരിക്കാനോ മറ്റുമായിരിക്കുമെന്നു ഇവരുടെ ശ്രമം. പക്ഷേ ഇതിലൊന്നും ദൃക്സാക്ഷികളില്ല. സുരക്ഷാ ജീവനക്കാർ ഈ റിസോർട്ടിലുണ്ടെങ്കിലും ഈ നീന്തൽക്കുളത്തിന്റെ പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 3 മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ആഴ്ച, 6 അടിയിലധികം ആഴ്ചയുള്ള ഒരു ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അവരുടെ ആ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് മംഗളൂരുവിലെ റിസോർട്ടിൽ സംഭവിച്ചത്. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ്. ആ വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചാരണം പോലെ കൊട്ടിക്കലാശത്തിലും വീറും വാശിയും നിറയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് 3 മുന്നണികളും. VV അരുൺ ചേരുന്നു പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, നമുക്കറിയാം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. വലിയ ആവേശമായിരുന്നു. വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. പരസ്പര കൂറുമാറ്റങ്ങൾ സംഭവിച്ച വളരെ സംഭവബഹുലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അത് കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ 3 മുന്നണികളും എത്രത്തോളം പ്രതീക്ഷയിലാണ്? ടോം, ഒരുപക്ഷെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളുടെ ഒരു പരമ്പരയായിരുന്നു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന അങ്ങനെയായിരിക്കും. ഇത്രയധികം ട്വിസ്റ്റുകൾ, ഇത്രയധികം പാർട്ടി മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാകില്ല. UDFന്റെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ ഇടതുമുന്നണി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അന്ന് തുടങ്ങിയ നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അന്ന് തുടങ്ങിയ ട്വിസ്റ്റുകൾക്കാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്ന ഈ മണിക്കൂറുകളിലും, അല്ലെങ്കിൽ പരസ്യപ്രകടനം അവസാനിക്കാൻ പോകുന്ന ഈ മണിക്കൂറുകളിലും വലിയ അഭ്യൂഹങ്ങൾ പലയിടത്തും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്തും സംഭവിക്കാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ, സന്ദീപ് വാര്യരെ പോലെ BJPയുടെ മുഖമായിരുന്ന ഒരു നേതാവ് CPMലേക്ക് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയുമായി തെറ്റുന്നു. സംസ്ഥാന അധ്യക്ഷനെതിരെ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു. അതിനുശേഷം CPMലേക്ക് പോകുമെന്ന് പറയുന്നു, CPLലേക്ക് പോകുമെന്ന് പറയുന്നു. ഒടുവിൽ കോൺഗ്രസ് പാളയത്തിൽ കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു ഓപ്പറേഷനിലൂടെ അവർ തങ്ങളുടെ പാളയത്തിലേക്ക് സന്ദീപ് വാര്യരെ എത്തിക്കുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും ഇവിടെ ചൂടുപിടിക്കുന്നത്. സന്ദീപ് വാര്യർ RSS ബന്ധം ഉപേക്ഷിക്കാതെ, RSSന്റെ നയങ്ങൾ ഉപേക്ഷിക്കാതെ കോൺഗ്രസിലേക്ക് എത്തി. അതെങ്ങനെ ലീഗും കോൺഗ്രസും ഒക്കെ സന്ദീപിനെ സ്വാഗതം ചെയ്യും? അതിന് ന്യൂനപക്ഷങ്ങളോട് എന്ത് മറുപടി പറയുമെന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. BJP സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നു. അത്തരത്തിൽ ഓരോ ദിവസവും നിരവധി വിഷയങ്ങളാണ്. ഈ ഇരട്ട വോട്ട് ആരോപണം, 2700-ഓളം ഇരട്ട വോട്ടുണ്ടെന്ന ആരോപണം ഇപ്പോഴും ശക്തമായി വരുന്നു. അതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഇടതുമുന്നണിക്ക് ഒരു കളക്ടറേറ്റ്
മാർച്ച് നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ ഉയർന്നു വന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന മണിക്കൂറുകളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണ സംഘത്തോടൊപ്പമാണ്. ഒലവക്കോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അല്പസമയത്ത് ഇവിടുന്ന് റോഡ് ഷോയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിന് പ്രധാനപ്പെട്ട കൊട്ടിക്കലാശം നടക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ബൈക്ക് റാലി അടക്കമുള്ള വലിയ ആവേശം നിറയ്ക്കുന്ന ഒരു പര്യടനമായി ഇതും മാറ്റാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. വലിയ അളവിൽ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് തൊട്ടുമുമ്പ് രാഹുൽ ഇവിടുത്തെ കടകളിലൊക്കെ കയറി ഒന്നുകൂടെ കയറി വോട്ട് ഉറപ്പിക്കുകയായിരുന്നു. നേരത്തെ വന്നുപോയതാണ്, പക്ഷേ ഇത് മുനിസിപ്പാലിറ്റി മേഖലയാണ്. അവിടെ ഒരിക്കൽ കൂടി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടുന്ന് റോഡ് ഷോ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവുകയാണ്. BJPയുടെ പ്രകടനവും അല്പസമയത്തിനകം ആരംഭിക്കും. BJP മേലെ മുറിയിൽ നിന്നാണ് ഈ പ്രകടനം നടത്തുന്നത്. ഇടതുമുന്നണിയുടെ പ്രകടനം വൈകിട്ട് 4 മണിയോടുകൂടി ആരംഭിക്കും. 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തുണ്ടായിരുന്ന വീറും വാശിയും ഒക്കെ ഈ കൊട്ടിക്കലാശ വേദിയിലും കാണിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ഇഞ്ച് പോലും വിട്ടു. അരുൺ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്നത് നമ്മൾ കണ്ടതാണ്. പല രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമല്ല, ആ ഒരു ഘട്ടത്തിൽ ഈ പെട്ടി വിവാദമൊക്കെ വലിയ സംഘർഷത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നതിലേക്ക് വരെയും വഴിവെച്ചതാണ്. ഇവിടെ ഈ കൊട്ടിക്കലാശത്തിൽ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശം ഈ ഒരു പാരമ്യത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പ്രചാരണ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പോലീസ് എത്രത്തോളം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്? മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 3 മേഖലകളിലായാണ് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളും പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന് എത്താനുള്ള ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഇടപഴകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹം പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മേഖലയിലൊക്കെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള മുൻകരുതലാണ്. പക്ഷേ ഈ ഒരുപക്ഷെ കൊട്ടിക്കലാശത്തിന് ആയിരിക്കില്ല ഈ പാലക്കാട് കുറച്ചുകൂടി സംഘർഷ സാധ്യതയുള്ളത്. അത് ഒരുപക്ഷെ വോട്ടെടുപ്പ് ദിവസമാണ്. കാരണം വലിയ രീതിയിൽ കള്ള വോട്ട് ചേർത്തു അല്ലെങ്കിൽ വ്യാജ വോട്ട് ചേർത്തു എന്ന ആരോപണം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നു. BJP-ക്കെതിരെയാണ് പ്രധാന ആരോപണം. കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ഒക്കെ CPM-ന്റെയും BJP-യുടെയും ആരോപണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ വോട്ട്, ഇരട്ട വോട്ട്, 2 മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വന്നാൽ അത് ജനകീയമായി തടയും എന്നൊരു പ്രഖ്യാപനം CPM നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് തടയുക എന്നുള്ള സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച വോട്ടാണ്. 2 മണ്ഡലങ്ങളിൽ വോട്ട് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നിയമപരമായി അവരെ തടയുക തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണാധികാരിക്കൊന്നും കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണാധികാരി ആ നടപടി എടുക്കാതെ പോയത്. പക്ഷേ അങ്ങനെ വരുന്ന ആളുകളുടെ പേര് ബൂത്തുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും, സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. അങ്ങനെ വരുന്നവരെ തടയുമെന്നൊരു മുന്നറിയിപ്പ് CPM നൽകുമ്പോൾ സ്വാഭാവികമായും ബൂത്തുകളിൽ കൂടുതൽ സംഘർഷാത്മകമായ സാഹചര്യം ഒരുങ്ങാൻ അത് വഴിവെക്കുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉണ്ടാകുന്നത്. അതിന് കാരണം ഇത്തരം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അവർ പരിശോധനയ്ക്ക് ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. എന്നാൽ അവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അത് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ, ബൂത്ത് ഏജന്റുമാർ ചാലഞ്ച് ചെയ്താൽ, അത് തടസ്സപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്താൽ അത് പിന്നീട് ടെൻഡർ വോട്ട് പോലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി മറ്റൊരു പെട്ടിയിൽ സൂക്ഷിക്കേണ്ടി വരും. നമുക്കറിയാം പാലക്കാട് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആർക്കും വിജയസാധ്യത ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയാത്ത മണ്ഡലമാണ്. 3 മുന്നണികൾക്കും അവരുടേതായ പ്രതീക്ഷകൾ ഈ ഘട്ടത്തിൽ മാത്രമേ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയാൻ അപ്പുറത്തേക്ക് വലിയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാകാനിടയില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ ഈ 2700ഓളം ഇരട്ട വോട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടാൽ അത് അതേ അളവിൽ ചലഞ്ച് ചെയ്യപ്പെടുമെന്ന കാര്യമൊക്കെ ഇനി വ്യക്തത വരേണ്ടതാണ്. അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ ആ വോട്ടുകൾ മറ്റു പെട്ടിലേക്ക് മാറ്റിവെക്കുകയും പാലക്കാട് വോട്ടെണ്ണി കഴിയുമ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തരത്തിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എണ്ണുകയും അത് അപ്പോൾ കൂടുതൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വോട്ടും വളരെ നിർണായകമായി ഇവിടെ മാറുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം പാലക്കാട് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് അവിടുത്തെ ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. അവരുടെ നിലപാട് ആർക്കൊപ്പം? ഈ അവസാന മണിക്കൂറിൽ അത്തരമൊരു നിലപാട് എടുക്കുന്നതിലേക്ക് ഈ മതന്യൂനപക്ഷങ്ങൾ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP-ക്ക് ഒരു സാധ്യത പലപ്പോഴും കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങൾ കൃത്യമായും അവരുടെ വോട്ട് ഏകോപിപ്പിച്ച് ഒരു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം
കൊടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ ഒരു മതന്യൂനപക്ഷങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളുടെ നിലപാടുകളൊക്കെ വളരെ നിർണായകമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടുതൽ പ്രവർത്തകർ, UDF നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നജീബ് കാന്തപുരം MLA അടക്കമുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്കും പോകാം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശിലേക്ക് പോവുകയാണ്. ഇത്രയധികം ടെസ്റ്റുകളും ഇത്രയധികം വിവാദമുണ്ടായ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായ സംശയമാണ്. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ UDFിന്റെ സാധ്യതകൾ? ഉജ്ജ്വലമായ വിജയപ്രതീക്ഷ. നമ്മൾ ഇന്നലെ VD സതീശൻ പറഞ്ഞ പോലെ 15,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് തകർപ്പൻ വിജയം രാഹുൽ നേടും. കാരണം അത്രയേറെ രാഷ്ട്രീയമായ അനുകൂല സാഹചര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങളുണ്ടായി. പ്രത്യേകിച്ചും ഇന്നലെ പിണറായി വിജയന്റെ പ്രതികരണം വളരെ എന്താ പറയാ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനിൽ നിന്ന് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലും കാണില്ല. കാരണം അദ്ദേഹം കൂട്ട നിലവിളി പോലെയാണ്. തങ്ങൾക്കെതിരെയുള്ള പ്രതികരണമാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് തങ്ങൾക്കെതിരെയുള്ള പ്രതികരണം എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം നിരന്തരമായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ്. ഇതൊക്കെ സുരേന്ദ്രന് വേണ്ടി ഗോള് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്നും ഇവിടെ ഈ മണ്ണിൽ നടക്കില്ല. ഞങ്ങള് CPMന്റെ കേന്ദ്ര കമ്മിറ്റി KK ബാലൻ പറഞ്ഞത് പാണക്കാട് തങ്ങളെന്ന ആത്മീയ ആചാര്യനല്ല വിമർശിച്ചത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അത് രാഷ്ട്രീയ നിയമനമാണ്, രാഷ്ട്രീയമായുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ നിന്ന് ആളെയാണ് വിമർശിച്ചതെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ വിമർശനാതീതനാണ് പാണക്കാട് തങ്ങൾ എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുൻഗാമികളും വിമർശനം നേരിട്ടിട്ടുണ്ട്. വിമർശനത്തെ അല്ല, ഈ ഒരു ഘട്ടത്തിൽ ആരെയാണ് പിണറായി വിജയൻ വിമർശിക്കേണ്ടത്? BJP അല്ലേ? അദ്ദേഹം ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? UDFിൽ അവര് വിജയപ്രതീക്ഷ അല്പമെങ്കിലും അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് BJPക്കെതിരെയാണ്. ഇന്നലെ ഈ വലിയ കോലാഹലം മുഴുവൻ നടത്തിയിട്ടും ഒരക്ഷരം പോലും BJPക്കെതിരെ പറയാനില്ല എന്നതിനർത്ഥം ഇവിടെ കൃത്യമായി BJP CPM കൂട്ടുകെട്ട് ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ്. കടുത്ത വർഗീയ നിലപാട് പുലർത്തിയിരുന്ന, ഹിന്ദുത്വ നിലപാട് പറഞ്ഞിരുന്ന ഒരു ആളാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ UDF കോൺഗ്രസിലേക്ക് വരുന്നു. തൊട്ടു പിന്നാലെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എത്തുന്നു. അപ്പൊ അതാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾ പെട്ടെന്ന് പാർട്ടി മാറിയല്ല, അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രവും നിലപാടും ഒക്കെ മാറുന്നു എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മാറുമല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്റെ നിലപാടുകൾ മാറ്റുന്നു, ഞാൻ എന്റെ പ്രത്യയശാസ്ത്രം മാറ്റുന്നു, ഞാൻ ഇന്ത്യയിലെ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിനപ്പുറം എന്താ വേണ്ടത്? യഥാർത്ഥത്തിൽ നമുക്ക് എന്താ വേണ്ടത്? മനുഷ്യർ മുഴുവനും വർഗീയവാദികളായി നിൽക്കലാണോ? അവരൊക്കെ BJP പാളയത്തിൽ നിന്ന് ഇറങ്ങട്ടെ, RSS പാളയത്തിൽ നിന്ന് ഇറങ്ങട്ടെ, ഇന്ത്യയെ കണ്ടെത്തട്ടെ. ഇന്ത്യയെ കണ്ടെത്തലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. മാത്രമല്ല, ഇത് ദേശീയ തലത്തിൽ തന്നെ ഈ കേരളം കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെസ്സേജാണ്. കാരണം ഇനിയുള്ള കാലം കോൺഗ്രസ് കൊണ്ടുവരുന്ന സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിനാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്ന ഏറ്റവും വൈകാരികമായൊരു മെസ്സേജാണ് സന്ദീപ് വാര്യരുടെ സന്ദർശനത്തിൽ. പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷവും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ സുപ്രഭാതത്തിൽ മാറി വരുമ്പോൾ അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ളത്? സന്ദീപ് വാര്യരുടെ ഒരു മതേതര ചേരിയിലേക്കുള്ള കടന്നുവരവിനെ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളാണ്. കാരണം BJP ക്ഷയിക്കുന്നു എന്ന വർത്തമാനം, BJPയിൽ നിന്നും RSSൽ നിന്നും ആളുകൾ പടിയിറങ്ങുന്നു എന്ന വർത്തമാനത്തെക്കാൾ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് മറ്റെന്താണുള്ളത്? ആളുകൾ സ്നേഹത്തിന്റെ കടയിലേക്ക് വരട്ടെ. ഈ വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയം അവസാനിക്കട്ടെ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് CPMനോട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ BJP ബാന്ധവം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്ന മെസ്സേജാണ്. തീർച്ചയായിട്ടും രാഹുൽ ജയിക്കും, രാഹുൽ നിയമസഭയിലെത്തും, എന്റെ അടുത്ത സീറ്റിലിരിക്കും. സീറ്റിലാണോ? സീറ്റ് ബുക്ക് ചെയ്ത്? തീർച്ചയായിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സീറ്റ് പോലും ബുക്ക് ചെയ്താണ് നജീബ് കാന്തപുരം MLA സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്നേഹത്തിന്റെ കടയിലേക്ക് ആർക്കും വരാം, അതുമാത്രമാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു നിലപാടാണ് നജീബ് കാന്തപുരം ഇപ്പോൾ വ്യക്തമാക്കുക. വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ, വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന ഉറപ്പ് തന്നെ അവർ പറയുന്നു. ഏതായാലും സന്ദീപ് വാര്യരുടെ വിഷയം തന്നെ നമുക്കറിയാം. നിരവധി ഡീലുകൾ ചർച്ചയായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പാണ്. BJP CPM ഡീൽ, CPM കോൺഗ്രസ് ഡീൽ, കോൺഗ്രസ് BJP ഡീൽ, പല ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോൾ BJP CPM ഡീലിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ പിണറായി വിജയന്റെ ഇന്നലത്തെ ഈ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, സാദിഖ് അലി തങ്ങൾക്ക് പ്രസ്താവന എന്ന ആരോപണമാണ് ലീഗും കോൺഗ്രസും ഉന്നയിക്കുന്നത്. എന്നാൽ BJP കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ് സന്ദീപ് വാര്യരുടെ
കോൺഗ്രസ് പ്രവേശമെന്ന ആരോപണം CPM ഉന്നയിക്കുന്നു. ഇപ്പോഴും RSS കാരൻ തന്നെ, RSS പാളയത്തിൽ തന്നെയാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ RSSന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിലേക്ക് പോകുന്നു. അത് കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്നു എന്ന വിമർശനം CPM ഉന്നയിക്കുന്നു. അങ്ങനെ ഡീലുകൾ തുടർ ചർച്ചയായി മാറുകയാണ്. ഈ അവസാന നിമിഷവും ഈ പൊതുപ്രചരണ, അതായത് കൊട്ടിക്കലാശ തൊട്ട് മുമ്പുള്ള പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോഴും പാലക്കാട് നിറഞ്ഞു നിൽക്കുന്നത് ഡീൽ ചർച്ചകൾ തന്നെയാണ്, ഡീൽ ആരോപണങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, തുടക്കം മുതൽ കേട്ട വാക്ക്, ഏറ്റവും അധികം ഈ ഉയർന്നു കേട്ട വാക്ക് ഡീലാണ്. അത് ഒടുവിൽ ഇപ്പോൾ CPM-ഉം BJP-യും തമ്മിൽ ഡീലെന്ന് കോൺഗ്രസ് വീണ്ടും പറയുന്നു. കോൺഗ്രസും BJP-യുമാണ് ഡീലിന്റെ ഭാഗമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു, CPM പറയുന്നു. അങ്ങനെ ആരുടെ ഡീലുകളാണ് ജയിക്കാൻ പോകുന്നത്, ആരുടെ ഡീലാണ് ജനം വിശ്വാസം എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കൊട്ടിക്കലാശം അതിന്റെ എല്ലാ ആവേശത്തോടു കൂടിയും അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇടത് വലത് BJP മുന്നണിയുടെ പ്രവർത്തകർ. വ്യക്തമാണ്. പാലക്കാട് നിന്ന് BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ്. 3 മണി മുതൽ ന്യൂസ് 18 പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ, വാർത്തകൾ ഇടവേളയില്ലാതെ തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതായിരിക്കും. പാലക്കാട് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തൽ. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചത്. അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിനെ ക്രൈംബ്രാഞ്ച് വാറന്റ് അയച്ചു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ്, അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഈ വ്യാജ ID കാർഡ് നിർമ്മാണമായിരുന്നു. ഈ കേസിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടം പ്രതിരോധത്തിലാകും എന്നൊരു നിഗമനത്തിന്റെ, വിവരത്തിന്റെ, സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ അവസാന സമയം ഇത്തരമൊരു നീക്കമുണ്ടായി. അതൊരു രാഷ്ട്രീയ നീക്കമായി കാണണോ? ഒരേ സമയം അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടിയിലൂടെ. BJP-യാണ് വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇത് ഒത്തുതീർപ്പിലൂടെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ് കളഞ്ഞുവെന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സജീവമായിരുന്നു. അതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. വാറന്റ് അയക്കുന്ന തരത്തിൽ വെബ്സൈറ്റ് തയ്യാറാക്കിയ ഭഗത് സിംഗിന് വാറന്റ് അയക്കുന്ന തരത്തിലേക്ക് ഈ നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട 4 കേസുകളാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസുകൾ മുഴുവൻ ക്രൈംബ്രാഞ്ചിന് തുടരന്വേഷണത്തിന് വേണ്ടി കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം നിലവിൽ പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് ഈ 67,158 വോട്ടുകൾ ഇത് ഒഴിവാക്കി, തെരഞ്ഞെടുപ്പിന് ശേഷം ഇവ ഒഴിവാക്കി ഈ സൈറ്റിൽ നിന്ന് എന്നതടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഫോണുകൾ ചണ്ഡീഗഡിലെ ലാബിലേക്ക് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ ആരാണ് ഇത് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തുമോ, അത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് വെല്ലുവിളിയായി മാറുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഡാനിലേക്ക് വരാം. അതിനു മുൻപ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം വന്നിരുന്നു. വ്യാജരേഖാ കേസിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും 12 മാസം എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നാളെ വൈകിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച വാർത്തയാണ് ഇന്ന് വന്നതെന്നും രാഹുൽ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിങ്ങനെയാണോ നിൽക്കുന്നത്? 12 മാസമായി അവരോട് ഏത് അന്വേഷണം നടത്താനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് തർക്കമുള്ളത് ലാപ്ടോപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയ തെളിവാണ്. സത്യത്തിൽ ഇത് നാളെ വൈകുന്നേരമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത്, അല്ലേ? കാരണം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. ഇന്ന് വന്നോ? നാളെ വൈകിട്ടാണ് സത്യത്തിൽ വാർത്ത വരേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. 12 മാസമാണോ? അപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 12 മാസമാണോ? വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഈ ഒരു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിനെ എങ്ങനെയാണ് കോൺഗ്രസും UDF ക്യാമ്പും പ്രതിരോധിക്കുന്നത്? ഇതിനെ ഒരു രാഷ്ട്രീയമായ പകപോക്കലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള
നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതേ കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ ആക്കം കൂട്ടുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ അത് വലിയ തരത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണ ആയുധമാക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായി സൈബർ ഇടങ്ങളിലടക്കം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകും. അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികളെന്ന ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമമായിരിക്കും UDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. വ്യക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.